പോലീസിന്റെ റഡാറിൽ ഉണ്ടായിരിക്കേണ്ട കൊടും ക്രിമിനലും കൂട്ടാളികളും നടത്തിയ ലൈംഗികാതിക്രമം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഗുണ്ടാപിരിവ് തന്നില്ല എന്ന് പറഞ്ഞ് മരണസുബിനും കൂട്ടാളികളും ചേർന്ന് സ്പാ ജീവനക്കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്ന് കേൾക്കുമ്പോൾ ഇത് കേരളം തന്നെയാണോ എന്ന് തന്നെയാണ് നമ്മുടെ സമൂഹം ചോദിക്കുന്നത്. ക്രിമിനൽ കേസ് പ്രതികൾക്ക് തോന്നുമ്പോൾ പരോളും ജയിലിൽ ഉൾപ്പെടെ മികച്ച സൗകര്യങ്ങളും ഒരുക്കുന്നു എന്ന വിമർശനം പരക്കെ ഉയരുമ്പോഴാണ് ഈ സംഭവം എന്നും ഓർക്കണം. ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയെ തന്നെയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. അതിനിടെ തിരുവല്ലയിൽ പോലീസ് ഒത്തുകളി എന്ന ആരോപണവും ഈ ഒരു സമയത്ത് ഉയരുന്നുണ്ട്. പോലീസ് അടക്കം ഈ ഒരു സ്പായിൽ നിന്നും മാസപ്പടി വാങ്ങുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കേരള ജനത വല്ലാതെ അസ്വസ്ഥതപ്പെടുന്നുണ്ട് ഈ ഒരു വാർത്ത കേട്ടിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ജനം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. പത്തനംതിട്ടയിലുള്ളവരോട് ശ്രീരാജ് ചോദിച്ചിട്ടുണ്ട്, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. പോലീസുകാർ പ്രതികൾക്ക് ഒപ്പം നിന്ന് സഹായിച്ചെന്ന് അത് തോന്നലല്ലോ. CCTV കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ. അവന്മാരെ സ്ഥിരം കാപ്പാ കേസ് പ്രതികളാ. അപ്പം അവന്മാരെ അറസ്റ്റ് ചെയ്ത് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. എല്ലാ കേസിലും അങ്ങനെയൊന്നുമല്ല. കാരണം കേരള പോലീസ് നല്ല പോലീസ് തന്നെയാണ്. പിന്നെ ചില സംഭവങ്ങളിൽ നമുക്ക് പ്രതികൾക്കൊപ്പം നിൽക്കുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെയുള്ള മിക്ക കേസുകളിലും പോലീസും ഈ ഗുണ്ടാപ്രതികളും എല്ലാം ചേർന്ന് നിന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ വലിയ വലിയ കുപ്രസിദ്ധ ഗുണ്ടകളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. ഇവിടുത്തെ നിയമത്തിന്റെ അപര്യാപ്തത കൂടെ ഉണ്ട്. അവർക്ക് പിടിപാടുള്ളവരാണെങ്കിൽ പോലീസ് അവരുടെ കൂടെ നിൽക്കുമെന്നാണ്. പോലീസും പ്രതികൾ ഒത്തു കളിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ സാധാരണ ജനങ്ങളെ നമ്മളെപ്പോലുള്ളവരെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ രാവിലെ കേസുണ്ടെന്ന് പറയുന്നു, പിന്നീട് അവർ പിൻവലിച്ചെന്ന് പറയുന്നു, പീഡനം നടന്നെന്ന് പറയുന്നു. യാഥാർത്ഥ്യം നമുക്കറിയത്തില്ല പൊതുജനം എന്നുള്ള രീതിയിൽ. പോലീസിന് നേരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലും ഉയർന്നു വന്ന ആക്ഷേപങ്ങളിലും ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി. ഗുണ്ടാ സംഘത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. ജെറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.